അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശിനി രഞ്ജിതയുടെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചു. മന്ത്രി വി ശിവൻകുട്ടിയാണ് വിമാനത്താവളത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങിയത്. തുടർന്ന് മന്ത്രിമാരായ വി ശിവൻകുട്ടി, ജി.ആർ. അനിൽ എന്നിവർ സംസ്ഥാന സർക്കാരിന് വേണ്ടി അന്തിമോപചാരം അർപ്പിച്ചു. CPM ജനറൽ സെക്രട്ടറി M.A. ബേബി, സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ, കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, BJP നേതാവ് S. സുരേഷ് തുടങ്ങിയവർ വിമാനത്താവളത്തിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് രഞ്ജിത ജി. നായരുടെ മൃതദേഹം സ്വദേശമായ പത്തനംതിട്ട പുല്ലാട്ടേക്ക് കൊണ്ടുപോയി. അഹമ്മദാബാദിൽ നിന്നും പുലർച്ചെ എത്തിച്ച മൃതദേഹത്തെ ബന്ധുക്കൾ അനുഗമിച്ചു. നാട്ടിൽ നിന്നും ബന്ധുക്കളടക്കം നിരവധി പേർ മൃതദേഹം ഏറ്റുവാങ്ങുവാനും അന്തിമോപചാരം അർപ്പിക്കുവാനുമായി എത്തിയിരുന്നു. രാവിലെ 10 മണിക്ക് പുല്ലാട്ടെ ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനം നടത്തി. അതിനുശേഷം ഉച്ചയ്ക്ക് 1:30 വീട്ടിലേക്ക് കൊണ്ടുപോകും. വൈകിട്ട് 4:30 സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി നേഴ്സ് രഞ്ജിതയുടെ മൃതദേഹം ഇന്നലെയാണ് തിരിച്ചറിഞ്ഞത്. വിമാന ദുരന്തം നടന്ന് 11 ദിവസത്തിനു ശേഷമാണ് DNA പരിശോധനയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. സഹോദരൻ്റെ DNA സാമ്പിൾ ഉപയോഗിച്ചായിരുന്നു രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയാൻ വേണ്ട പരിശോധന നടത്തിയത്. എന്നാൽ അത് ഫലം കാണാത്തതുകൊണ്ട് അമ്മയുടെ DNA സാമ്പിളും കൂടി പരിശോധനയ്ക്ക് എത്തിച്ചിരുന്നു. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ 270 പേർ മരിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ.